ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ എൻ്റെ മേരി ജോസ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ യു കെയിലെ 3rd ഡേ ആണ്. ഞങ്ങളിന്ന് യു കെയോട് വിട പറയുവാണ്. യൂറോപ്പിലേക്ക് പോവുകയാണ്. ഞങ്ങളിപ്പോൾ ക്രൂയിസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഈ നൈറ്റ് ഞങ്ങൾ ക്രൂയിസിലാണ് സ്റ്റേ. ഞങ്ങൾ ഹാർബിച്ചിലാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇനി ഞങ്ങളുടെ ക്രൂയിസ് പോളണ്ടിലേക്കാണ്. 9 o'clock ക്രൂയിസ്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളുമായിട്ട് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞങ്ങൾ യു കെയിൽ നിന്ന് റിട്ടേൺ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ബ്രിട്ടീഷ് മ്യൂസിയത്തിലാണ്. മ്യൂസിയത്തിലെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഓരോ കൺട്രിയുടെയും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി സ്ഥലമുണ്ട്. ഞങ്ങൾക്കെല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല. എന്നാലും ജസ്റ്റ് നിങ്ങളെ കുറച്ചൊക്കെ കാണിച്ചു തരാം. ഇതെന്തൊക്കെയാണ് എന്നുള്ളത് വായിച്ചു നോക്കണം. ഒത്തിരി സ്ഥലമുണ്ട്. ലൈഫ്സ് ഓർഡിനറി ഡേഞ്ചേഴ്സ് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എല്ലാവരും ഒരുമിച്ചില്ല, പലരും പല സ്ഥലത്തായി. ഇനി എല്ലാവരും ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് പോകും എന്ന് പ്രതീക്ഷിക്കാം. ഇതോരോന്നും എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താണെന്ന് അറിയണമെങ്കിൽ നേരിട്ട് ഇവിടെ വന്ന് എല്ലാം വായിച്ച് നോക്കി മനസ്സിലാക്കേണ്ടി വരും. ഇത് ഓരോ കൺട്രിയുടെ തിരിച്ചാണെന്ന് പറഞ്ഞില്ലേ. ഇവിടെ നോർത്ത് അമേരിക്ക എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നോർത്ത് അമേരിക്ക. ഇവിടെ നമുക്ക് ഓരോ സ്ഥലത്ത് വരുമ്പോഴും മിക്കവാറും സ്ഥലങ്ങളിൽ അവിടുത്തെ വൈഫൈ അവൈലബിൾ ആണ്. ഫ്രീ വൈഫൈ ആണ് നമുക്ക് എയർപോർട്ടിലൊക്കെ കിട്ടുന്ന പോലെ ഓരോ സ്ഥലത്തും അവൈലബിൾ ആണ്. ബസ്സിൽ വൈഫൈ അവൈലബിൾ അല്ല. ആൾക്കാരിങ്ങനെയായിരുന്നു 1900-ൽ. അത് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കി വെച്ചിരിക്കും. The idea was that photography was taking part of it, appearing through this kind of object. So the eye was full of shining stone that was moving. So when the piece was moving, it was moving. ഈ കാണുന്നതാണ് യു കെയിലെ ഏറ്റവും വലിയ മ്യൂസിയം. പക്ഷേ ഇത് ഞാൻ മുഴുവനൊന്നും കവർ ചെയ്തിട്ടില്ല. ഒന്നാമത്തെ എനിക്ക് ഇതിൽ വലിയ താല്പര്യമില്ല. പിന്നെ തന്നെയല്ല, ഞങ്ങൾ ഇന്നലെ ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പോയപ്പോൾ അവിടെ മീഡിയ റൂം മുകളിലായിരുന്നു. അപ്പോൾ ഒരു 84 സ്റ്റെപ്സ് കയറണമായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ആരോഗ്യമുള്ളവർ കയറാൻ പറ്റുന്നവർ സ്റ്റെപ്പ് കയറാം, അല്ലാത്തവർ ലിഫ്റ്റിൽ പോകാമെന്ന് തോന്നുന്നു. ലിഫ്റ്റിൽ എനിക്ക് തോന്നുന്നു 2 or 3 മെമ്പേഴ്സാണ് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഒത്തിരി പ്രാവശ്യം പോകേണ്ടി വരുമല്ലോ. അപ്പോൾ ഞാനൊക്കെ സ്റ്റെപ്പാണ് കയറിയത്. അതുകൊണ്ട് കാല് ചെറിയ വേദനയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുൾ പോയില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്ഥലത്ത് വെയിറ്റ് ചെയ്തു. കിടക്കുന്ന രൂപവും അതുപോലെ കുന്തം കൊണ്ട് ഈ ലാവിൽ കുത്തുന്നതും എല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങൾ 33 പേരാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഒരാൾ ഇന്ന് കുറവാണെന്ന് പറഞ്ഞാൽ അവർ നേരത്തെ വന്നിരുന്നു, യു കെയിലേക്ക് നേരത്തെ വന്നിരുന്നു. ഒരാഴ്ച ഇവിടെ സ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന്, ഇന്നലെ രാത്രിയാണ് നടന്നത്. പക്ഷെ ഇന്ന് രാവിലെയാണ് ഞങ്ങൾ അറിയുന്നത്. ഒരു ലേഡിയാണ്, അവരുടെ പാസ്പോർട്ട് മിസ്സായി. പാസ്പോർട്ടും അവരുടെ കുറച്ച് പൈസയും ഒക്കെ അടങ്ങിയ ഒരു പൗച്ച് മിസ്സിങ് ആണ്. അപ്പോൾ പാസ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ഇന്നവർക്ക്, അതായത് ഇന്ന് ഞങ്ങൾ 3rd ഡേ ആണ്. ഞങ്ങളിന്ന് യു കെയിൽ കഴിഞ്ഞ് യൂറോപ്പിലേക്ക്, ഹോളണ്ടിലേക്ക് ക്രൂയിസ് വഴി പോകുവാണ്.
അപ്പോൾ പാസ്പോർട്ട് ഇല്ലാതെ അവർക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ഹോട്ടലിൽ തന്നെ സ്റ്റേ ചെയ്യുവാണ്. പക്ഷെ അവരുടെ ബ്രദറിൻ്റെ കുട്ടികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അവർ വരാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ആരാണെങ്കിലും യാത്രയിൽ പാസ്പോർട്ട് പ്രത്യേകം സൂക്ഷിക്കുക. എവിടെയും മിസ്സായിരിക്കുന്നതെന്ന് ഹോട്ടലിലാണോ എന്ന് സംശയം. പക്ഷെ അതും ഷുവർ പറയാൻ പറ്റുന്നില്ല. കാരണം 1 വീക്കായി UK വന്നിട്ട്. പക്ഷേ UK വന്നിട്ട് പിന്നെ പാസ്പോർട്ടിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ബാഗിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അത് എവിടെ മിസ്സായെന്നപ്പോൾ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനൊരു തീരുമാനം ആവാതെ ഓക്കെ ആയാൽ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി. ഞങ്ങൾ ഹാർവിച്ച് ആൻഡ് ബോട്ട് ക്രൂയിസ് അവിടെയാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ ഹോളണ്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതുവരെ ഇതിൻ്റെ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല. ഇത് ഞങ്ങൾ ഈ ഇങ്ങോട്ട് പോകുന്ന വഴിയാണ്, ഹാർവിച്ചിലേക്ക് പോകുന്ന വഴിയാണ്. ശരിക്ക് ബസ്സിൽ ഞങ്ങൾ കുറച്ച് നേരം ഉറങ്ങിയിരുന്നു. കാരണം ഞങ്ങൾ അവിടുന്ന് വന്നിട്ട് നമുക്കിപ്പോഴും നാട്ടിലെ സമയം തന്നെയാണ്. ഇവിടെ ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോൾ ശരിക്കും ഉറക്കം വരും. കാരണം അപ്പോൾ നാട്ടിലെ 10 മണിയാണ്. ആ സമയത്ത് ഉറക്കം വരും. പക്ഷെ അപ്പം നമ്മൾ യാത്രയിലായിരിക്കും. അപ്പോൾ ഉറങ്ങാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ എത്തുമ്പോഴേക്കുമൊക്കെ നാട്ടിലൊരു 12 മണി ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോഴേക്കും ഉറക്കം പോവും നമ്മളുടെ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കിടക്കും. പക്ഷേ അത് കഴിഞ്ഞാലും പിന്നെ ഇവിടെ നാട്ടിലെ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഇവിടുത്തെ 4 മണിയാകുമ്പോൾ ഞങ്ങളുടെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അതായത് ഒരു 3 മണി 4 മണി. അപ്പോൾ ആ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ പിന്നെ നമുക്ക് പിന്നെ ക്ഷീണമില്ല. കാരണം നാട്ടിൽ നമ്മൾ എഴുന്നേൽക്കേണ്ട സമയമൊക്കെ ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ സമയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇന്നിപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ വന്നപ്പോൾ ആ സമയമായിരുന്നു, ആ 3 മണി. ആ സമയത്ത് വണ്ടിയിൽ ഉറങ്ങി, കുറച്ച് നേരം ഉറങ്ങി. പിന്നെ കണ്ണു തുറന്നപ്പോഴാണ് നല്ല പച്ചപ്പും കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളും മരങ്ങളും എല്ലായിടത്തും നല്ല ഭംഗി. പക്ഷെ അതിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് കണ്ടില്ല, ഉറങ്ങിപ്പോയതുകൊണ്ട്. അപ്പോൾ കണ്ണു തുറന്നപ്പോൾ ഓർത്തു ഉറങ്ങണ്ടില്ലായിരുന്നു എന്ന് വിചാരിച്ചു. അതുപോലെ ഭംഗി. ഞാൻ വിചാരിച്ചു UK ഇതുപോലെ കാടാണോ എന്ന് എനിക്കറിയില്ല. എന്നിട്ട് വഴിയിലേക്കൊക്കെ ഇങ്ങനെ ഒരുപാട് മരങ്ങൾ കയറി നിൽക്കുന്നത് അവർ നല്ല ഷേപ്പിൽ വെട്ടി നിർത്തിയിരിക്കുകയാണ്. അതായത് വണ്ടികൾക്കൊന്നും പോകാനായിട്ട് ഒരു തടസ്സമില്ല. അങ്ങനെ കയറി നിൽക്കുന്ന മരങ്ങൾ അത് വീഡിയോയിൽ കാണുന്നില്ല എന്ന് തോന്നുന്നു. അത് വീഡിയോ പിടിച്ചില്ല എന്ന് തോന്നുന്നു. വെട്ടി ഒരേപോലെ നിൽക്കുന്നുണ്ട്. അതുപോലെ ഈ വഴിയിൽ ട്രാഫിക്കും ഇല്ല. ഇത് എനിക്ക് തോന്നുന്നു എത്ര മണിക്കൂർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഓർക്കണില്ല. ട്രാഫിക്കും ഇല്ല. നല്ല വഴിയും നല്ല മരങ്ങളും പച്ചപ്പും. പിന്നെ അവിടെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പറഞ്ഞത് മഞ്ഞുകാലം കഴിയുമ്പോൾ ചെയ്യുന്ന കൃഷി, പിന്നെ ചില കൃഷികൾ മഞ്ഞിൽ ചെയ്യാൻ പറ്റുന്നത് ഉണ്ടാവുമായിരിക്കാം. ഈ മഞ്ഞ് കഴിഞ്ഞപ്പോൾ ചെയ്തിരിക്കുന്നതാണെന്ന് പറഞ്ഞു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നെല്ലിൻ്റെ ചെടി പോലെയൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ കടുകിൻ്റെ ഇത് കുറച്ച് സ്ഥലത്ത് ആ മഞ്ഞ പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്ന പോലെ തോന്നി. എന്താണെന്നൊന്നും മനസ്സിലായില്ല. എന്തായാലും നല്ല രസമാണ്. കാരണം UK എന്ന് പറയുമ്പോൾ ഇപ്പം എൻ്റെ ആണെങ്കിലും മനസ്സിലുണ്ടായിരുന്നത് നിറയെ കെട്ടിടങ്ങൾ എല്ലായിടത്തും. നല്ല ക്ലീൻ സിറ്റിയാണ്. പക്ഷേ എല്ലായിടത്തും നിറയെ കെട്ടിടങ്ങളും ഷോപ്പുകളും എപ്പോഴും ട്രാഫിക് സിഗ്നൽ. പക്ഷേ അതിൽ നിന്നൊക്കെ മാറിയിട്ടുള്ളൊരു സ്ഥലമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ, ഈ ഹാർവിച്ചിലേക്ക് വരുമ്പോൾ കണ്ടത്. ഞങ്ങൾ എത്തി ഹാർവിച്ച് ഇൻ്റർനാഷണൽ. ഇവിടെ 6:30-ക്കാണ് ഞങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈം. 9 മണിക്കാണ് ക്രൂയിസ് എത്തുള്ളൂ. അപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഇവിടെ ചെക്ക് ഇൻ കഴിഞ്ഞ് പോകണം. ഇന്ന് രാത്രി ഞങ്ങൾ ഈ ക്രൂയിസിലായിരിക്കും. ഇന്ന് ഞങ്ങളുടെ സ്റ്റേ ക്രൂയിസിലാണ്. അപ്പോൾ ക്രൂയിസിലേക്ക് കയറിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഹാർവിച്ചിൽ ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. കാരണം ഞങ്ങളുടെ ലഗേജും എല്ലാം എടുത്തിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എല്ലാവരും ഒരു 3 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യണം. എയർപോർട്ടിലെ പോലെ അത്രയും സൗകര്യങ്ങളില്ല ഇവിടെ. എന്നാലും ഓക്കെ, നമുക്ക് എയർപോർട്ടിലാണെങ്കിൽ കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ അത്രയും ഇല്ല. എന്നാലും ഇവിടെയൊക്കെ നമുക്ക് വൈഫൈ ഉണ്ട്. അതുകൊണ്ട് വൈഫൈ കിട്ടുന്നതുകൊണ്ട് എല്ലാവരും വീട്ടിലേക്ക് വിളിക്കലും നാട്ടിലെ നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാവരും എൻഗേജ്ഡ് ആണ്.
അപ്പോൾ ഇന്ന് ഞങ്ങൾ UK നിന്ന് പോവുകയാണ്, UK വിട പറയുകയാണ്. അപ്പോൾ എൻ്റെ ഒത്തിരി കസിൻസും ഫ്രണ്ട്സും ഒക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, UK ആരെയും UK ഞങ്ങൾ ആരെയും നേരിട്ട് കണ്ടില്ല. സ്വിറ്റ്സർലൻഡിൽ ഞങ്ങളുടെ കുറച്ച് കസിൻസ് ഉണ്ട്, അവരെ കാണാമെന്ന് വിചാരിക്കുന്നുണ്ട്, കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ക്രൂയിസിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇതുവരെയുള്ള ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ UK യൂറോപ്പ് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട ഉപകാരപ്രദമായിരിക്കും, അങ്ങനെയുള്ളവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.